ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ദോശയാണ്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യുക. ഞാൻ ഇതേപോലൊരു കപ്പിന് ദോശയ്ക്കും ഇഡലിയും ബാറ്ററിന് അരയ്ക്കുന്ന 1 കപ്പ് ഡൊപ്പിയരി എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് പച്ചരി വേണമെങ്കിലും എടുക്കാം. പിന്നെ 1/2 കപ്പ് കുത്തരി അല്ലെങ്കിൽ ഏതെങ്കിലും ചോറ് വെക്കുന്ന അരി, 1/2 കപ്പ് ഉഴുന്ന്, 1/2 കപ്പ് തൊലി കളഞ്ഞ ചെറുപയർ പരിപ്പ്, 1/2 കപ്പ് കടലപ്പരിപ്പ്. നമുക്കിതിൻ്റെ കൂടെ തന്നെ വേറെ എന്ത് തരം പയർ വേണമെങ്കിലും ചേർക്കാം. ഈ ധാന്യങ്ങളെല്ലാം നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം 4 to 5 hours കുതിർക്കാൻ വെക്കാം. 5 മണിക്കൂറിന് ശേഷം അരയ്ക്കാനായിട്ട് ഇതിലേക്ക് ഞാനൊരു 4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ചെറിയ കഷ്ണം ഇഞ്ചി. ഇതിലേക്ക് 1/4 സ്പൂൺ ഉലുവാപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. പച്ച ഉലുവയാണ് നമ്മൾ ചേർക്കുന്നതെങ്കിൽ നേരത്തെ അരി കുതിർക്കാൻ ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു 1/2 സ്പൂൺ ഉലുവയോട് ചേർത്ത് കുതിർക്കാനിടാം. ഇവിടെ നമ്മൾ മാവ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. മാവിലേക്ക് കുറച്ച് കരിവേപ്പില ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഈ മാവ് നമുക്ക് 1 മണിക്കൂറിന് ശേഷം എപ്പോൾ വേണമെങ്കിലും ദോശ പ്രിപ്പയർ ചെയ്യാനായിട്ട് എടുക്കാം. ഇപ്പോൾ നമ്മൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിനാണ് എടുക്കുന്നതെങ്കിൽ 1-2 മണിക്കൂർ വെളിയിൽ വെച്ചതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. അതിനുശേഷം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കാം. ഇവിടെ ഞാൻ ഓവർനൈറ്റാണ് മാവ് വെച്ചത്. മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ബാറ്ററിന് കുറച്ച് കട്ടി കൂടുതലാണ് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്യാം. ദോശ ചുട്ടെടുക്കുന്ന സമയത്ത് നമ്മൾ നെയ്യ് അല്ലെങ്കിൽ നല്ലെണ്ണ യൂസ് ചെയ്താണ് ദോശ പ്രിപ്പയർ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ആൻഡ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ധാന്യ ദോശ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചമ്മന്തിയുടെ കൂടെയോ സാമ്പാറിൻ്റെ കൂടെയോ കഴിക്കാം. ഞാനിവിടെ സാമ്പാറാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. വളരെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടി ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യുക. അടുത്ത വ്ളോഗിൽ കാണും വരെ ബൈ.